കേന്ദ്രത്തിൽ ED ഡയറക്ടറായിട്ട് നിയമിക്കാൻ യോഗേഷ് ഗുപ്തയെ അവർക്ക് താല്പര്യമുണ്ട്. ആ ഒരു വാർത്തയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കറിയാം ഈ ഒരു ED ഡയറക്ടർ എന്നൊരു പദവിയിലേക്ക് നിയമിക്കുകയാണെങ്കിൽ അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ വല്ല കേസുകളുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിക്കണം. പക്ഷേ അത് ഇതുവരെ അത് സമർപ്പിച്ചിട്ടില്ല. എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ സംസ്ഥാനം ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഈ യോഗേഷ് ഗുപ്ത IPSനെ ആണ് കേന്ദ്ര സർക്കാർ ഈ ED എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് അവർക്ക് താല്പര്യമുണ്ട്. കാരണം യോഗേഷ് ഗുപ്ത നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം CBIയിൽ 6-7 വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തതാണ്. ഈ ശാരദ ചിട്ടി സ്കാം വളരെ വലിയ കോളിളക്കമുണ്ടാക്കിയ, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ശാരദ ചിട്ടി തട്ടിപ്പ്. മമതയ്ക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ആ ചിട്ടി തട്ടിപ്പ് അന്വേഷിച്ച് അതിലെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ച ആളാണ് യോഗേഷ് ഗുപ്ത. അതുപോലെ അദ്ദേഹം മറ്റു പല വളരെ വിവാദമായ പല കേസുകളും അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പേരെടുത്ത ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കേരളത്തിലും വിജിലൻസ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് ഇദ്ദേഹത്തിനെതിരെ നിലവിൽ കേസുകളുണ്ടോ, ഉണ്ടെങ്കിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ നിന്ന് ബ്ലാക്ക് മാർക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി, കറുത്ത പൊട്ടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, ആ ക്ലിയറൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇദ്ദേഹത്തെ ഇങ്ങനെയൊരു സ്ഥാനത്ത് നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുള്ളൂ. അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് യോഗേഷ് ഗുപ്തയെ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGPയിൽ നിന്ന് ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി വാങ്ങി. പക്ഷേ ഇതുവരെ അത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടില്ല, കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുന്നതായിട്ടാണ് ആരോപണം ഉയരുന്നത്. യോഗേഷ് ഗുപ്ത ഇക്കാര്യം ചൂണ്ടിക്കാട്ടി DGPക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ കത്തുകളും മറ്റും കൊടുത്തെങ്കിലും അവിടെ നിന്നൊന്നും നടപടി ഉണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലുണ്ട്, ഒരു പോർട്ടലുണ്ടല്ലോ, ആ പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു ജൂൺ 1-ന്. ഇന്ന് ജൂൺ 15 അതിനൊരു മറുപടി പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഈ യോഗേഷ് ഗുപ്തയ്ക്ക് ഈ റിപ്പോർട്ട്, യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്നില്ല എന്ന ചോദ്യമാണ് രഞ്ജിനി ഉന്നയിച്ചത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ ഇദ്ദേഹം CPMൻ്റെ പല നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നത് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ പലരുടെയും കുഴപ്പങ്ങൾ അദ്ദേഹം കണ്ടെത്തി അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ PP ദിവ്യ കരാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന ഒരു ആരോപണം ഉയർന്നു. ഈ ചില അവിടുത്തെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് കരാർ നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന ഒരു പരാതി ഉയർന്നപ്പോൾ അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ആളാണ് യോഗേഷ് ഗുപ്ത. അതുപോലെ തന്നെ പല CPM നേതാക്കൾക്കെതിരെ നമ്മുടെ ഇവിടെ ഈ സഹകരണ സംഘങ്ങളിലൊക്കെ വലിയ അഴിമതിയും കാര്യങ്ങളും ഒക്കെ നടന്നതാണ്. നമ്മൾ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പൊക്കെ നമുക്കറിയാം. ഇതിൽ പലതിലും പല CPM നേതാക്കളും ആരോപണ വിധേയരാണ്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഇദ്ദേഹം പല കേസുകളും അന്വേഷിച്ചു. CPM നേതാക്കൾക്കെതിരെ അഴിമതി കണ്ടെത്തി അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരെയും അറസ്റ്റ് ചെയ്യാനും മറ്റ് നടപടികളിലേക്ക് പോകാനുമൊക്കെ അദ്ദേഹം തുനിഞ്ഞു. അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. കാരണം അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. മാത്രമല്ല അദ്ദേഹം സ്വാധീനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഒന്നും വഴങ്ങുന്ന ഒരാളുമല്ല എന്നാണ് പൊതുവെ കേൾക്കുന്നത്. അങ്ങനെയുള്ള യോഗേഷ് ഗുപ്ത കൃത്യമായിട്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കൂച്ചുവിലങ്ങിടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ആരെയെങ്കിലും നിങ്ങൾ തൊട്ട് കളിച്ചാൽ, ദ്രോഹിച്ചാൽ അതിൻ്റെ ഫലം ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് പിന്നാലെ വരുന്ന IPS ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ്. നിങ്ങൾ ഇത് കണ്ടു പഠിച്ചോ. നമുക്കറിയാം DGP ആയിരുന്ന സെൻകുമാറിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി അദ്ദേഹത്തിനെ
കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ അനുമതിയില്ലാതെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞു. 2016 പിണറായി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം CPM നേതാക്കളെ കൂട്ടി, പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ അദ്ദേഹം നിയമത്തിന് മുന്നിൽ എത്തിച്ചു. അവരുടെ CPMൻ്റെ കൊട്ടേഷൻ സംഘത്തെ, നിർമ്മാണി മനോജും കൊടി സുനിയും ഷാഫിയും ഒക്കെ അടങ്ങുന്ന കൊട്ടേഷൻ സംഘത്തെ യാതൊരു ഭയവും കൂടാതെ ആ കേസ് അന്വേഷിക്കാൻ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും അവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അവർക്ക് സംരക്ഷണം ഒരുക്കി അദ്ദേഹം നിന്നു. അദ്ദേഹം അന്ന് ഇൻ്റലിജൻസ് ADGP ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. വളരെ കൃത്യമായിട്ട് അവരെ മുഴുവനും പൊക്കി, അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ചു, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. എന്ന് മാത്രമല്ല, കുഞ്ഞനന്തനിലേക്കും അതുപോലെ മോഹനൻ മാസ്റ്റർ, ഈ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ മോഹനൻ മാസ്റ്ററിലേക്കും അന്വേഷണമെത്തി. മോഹനൻ മാസ്റ്ററെ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തു. പിന്നീട് മോഹനൻ മാസ്റ്റർ കേസിൽ നിന്ന് ഒഴിവായി, കോടതി അദ്ദേഹത്തെ ഒഴിവാക്കി. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ മോഹനൻ മാസ്റ്ററെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ധൈര്യം കാണിച്ചു. എന്ന് മാത്രമല്ല, അന്വേഷണം P. ജയരാജനിലേക്കും അതുവഴി പിണറായി വിജയനിലേക്കും ഒക്കെ എത്തും എന്നൊരു ഘട്ടം വന്നു. അത് അവിടെ വച്ച് വേറെ ചില രാഷ്ട്രീയ അന്തർനാടകങ്ങൾ, അടിയൊഴുക്കുകൾ ഒക്കെ നടന്നു. ആ അന്തർധാരകളുടെ ഫലമായിട്ട് ഈ അന്വേഷണം അവിടെ വെച്ച് നിലച്ചു. പക്ഷേ ഇത്രയും കുറ്റവാളികൾക്ക് കോടതി കൃത്യമായ ശിക്ഷ കൊടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അത് TP ചന്ദ്രശേഖരൻ്റെ വിധവ രമ ആ കേസ് അന്വേഷിക്കണം എന്ന് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ അന്ന് ഈ ഒറ്റ കാരണത്തിലാണ് സെൻകുമാർ അവരുടെ കണ്ണിലെ കരടാണ് വളരെ പണ്ടേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേട്ടയാടിയത്. സമാനമായൊരു വേട്ടയാടലാണ് യോഗേഷ് ഗുപ്തയ്ക്ക് നേരെയും നടക്കുന്നത്. അദ്ദേഹം CPM നേതാക്കളുടെ അഴിമതി അന്വേഷിച്ചു, അത് കണ്ടെത്തി, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ CPM കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ട്, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മനഃപൂർവ്വം വൈകിക്കുന്നത്. ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ കൊടുത്തെങ്കിലല്ല പറ്റും സംസ്ഥാന സർക്കാർ. അല്ല, സംസ്ഥാന സർക്കാരിന് അത് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അത് മനഃപൂർവ്വം വൈകിപ്പിക്കാമല്ലോ, കുറേ ദിവസങ്ങളെടുത്ത്. നമുക്കറിയാം, സെൻകുമാറിനെ സുപ്രീം കോടതി DGP ആയിട്ട് തിരികെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വെച്ച് താമസിപ്പിച്ചു. അദ്ദേഹം വീണ്ടും കോടതിയലക്ഷ്യം കേസ് കൊടുക്കുകയും കോടതിയലക്ഷ്യത്തിന് നടപടികൾ നേരിടേണ്ടി വരികയും അങ്ങനെ വേണ്ടിവരും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ അദ്ദേഹത്തിന് വിരമിക്കാൻ ഏതാണ്ട് 1 മാസം ഉള്ളപ്പോൾ DGP ആയിട്ട് അദ്ദേഹത്തെ തിരികെ ആ കസേരയിൽ ഇരുത്തിയത്. അത് കൃത്യമായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 1-1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. പക്ഷേ ഇടപെടുന്നതിനൊക്കെ പരിമിതിയുണ്ട്. ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ അങ്ങനെ അനാവശ്യമായി കൈകടത്താൻ സാധിക്കില്ല. അതൊക്കെ വലിയ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇവിടെ അത് വളരെ കൃത്യമാണ്. യോഗേഷ് ഗുപ്തയ്ക്ക് അവകാശപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സമയത്തിന് കൊടുക്കാതെ, അതിനൊക്കെ സംസ്ഥാന സർക്കാരിന് പല ന്യായങ്ങൾ പറയാം. അത് DGPയുടെ അടുത്തിരിക്കുകയാണ്, അത് ചീഫ് സെക്രട്ടറി പരിശോധിക്കണം, കിട്ടിയിട്ടില്ല, ചില പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ മനഃപൂർവ്വം ഇങ്ങനെ വൈകിപ്പിക്കാം. എന്തായാലും അങ്ങനെ വൈകിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് വാർത്തയായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്.